രാസലഹരി കടത്തിയ കേസിലെ പ്രതികളായ നൈജീരിയൻ പൗരന്മാരെ പോലീസ് ഇന്ന് ഹരിയാനയിലേക്ക് കൊണ്ടുപോകും. ഗുഡ്ഗാവ് CGM കോടതിയിൽ പ്രതികളെ ഹാജരാക്കും. കോഴിക്കോട് ടൗൺ പോലീസ് SHO P. ജിതേഷും സംഘവും ഹരിയാനയിലേക്ക് തിരിക്കും. ദീപക് തരമണം വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, ശരിക്കും അഭിമാനകരമായ ഒരു നേട്ടമാണ് കോഴിക്കോട് ടൗൺ പോലീസ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് ഈ MDMA പോലുള്ള രാസലഹരി കേരളത്തിൽ ഈ ഓണക്കാലത്ത് കൊണ്ടുവരാനുള്ള ഈ നൈജീരിയൻ പൗരന്മാരുടെ ശ്രമമാണ് നമ്മൾ തല്ലിക്കെടുത്തിയത്. സംഭവം സൂപ്പറായി, പറയൂ. SKN ഒരു രാജ്യാന്തര ലഹരി സംഘം ഇന്ത്യയിലേക്ക് വിസ പോലും ഇല്ലാതെ അനധികൃതമായി നുഴഞ്ഞു കയറി രാജ്യത്ത് വലിയ രീതിയിൽ ലഹരി ഇടപെടൽ, ലഹരി വ്യാപാരം, ലഹരി ഒഴുക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നൈജീരിയൻ സംഘത്തെയാണ് കോഴിക്കോട് സിറ്റി പോലീസ് അവിടെ പോയി പിടികൂടിയത്. അതായത് ഹരിയാനയിലെത്തിയാണ് പിടികൂടുന്നത്. അതിൽ ഹരിയാന മജിസ്ട്രേറ്റ് കോടതി, അവിടുത്തെ ഗുർഗാവ് CJMലേക്ക് ഈ പ്രതികളെ തിരിച്ചു നൽകണം. കാരണം ഈ കേരള പോലീസിൻ്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹരിയാന പോലീസ് അവിടെ ഒരു കേസെടുത്തിരുന്നു. കാരണം അവിടെയാണ് ഈ MDMAയുടെ കുക്കിംഗ് നടക്കുന്ന, മാനുഫാക്ചറിങ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ഗുർഗാവിലാണ്. ഹരിയാന പോലീസിന് കീഴിലുള്ള ഗുർഗാവ് പോലീസ് ലിമിറ്റിലാണ്. ആ ഗുർഗാവിലേക്ക് ഇന്ന് രാത്രി ഈ പ്രതികളെ, നൈജീരിയക്കാരായ 3 പേരെ, ആ 3 പേരുടെ പേരുകൾ കൂടി നമ്മൾ പറയാം. ഹെൻറി, ജോൺ, അതുപോലെ റൊമാനിയോസ്. ഈ 3 പേരും അനധികൃതമായാണ് ഇന്ത്യയിൽ വിസയില്ലാതെയാണ് താമസിക്കുന്നത്. അവർ വിവിധ ഘട്ടങ്ങളിലായി ഏതാണ്ട് 15-10 വർഷമായി ഈ രാജ്യത്തിനകത്ത്, ഇന്ത്യക്കകത്ത് ഈ ലഹരി ഉൽപ്പാദനം, വിപണനം നടത്തുകയാണ്. രാജ്യത്തേക്ക് ലഹരി കടത്തുക എന്നുള്ളത് ഇപ്പോൾ വലിയ തടസ്സമാണ്. അത് വലിയ രീതിയിൽ അന്വേഷണ ഏജൻസികൾ എല്ലാം ജാഗ്രത പാലിക്കുന്നു രാജ്യ അതിർത്തി. അതുകൊണ്ട് തന്നെ രാജ്യത്തിനകത്തേക്ക് നുഴഞ്ഞു കയറി ഇവിടെ ലഹരി ഉൽപ്പാദിപ്പിക്കുന്നവരാണ്. കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് നീങ്ങേണ്ടതുണ്ട്. ഇന്ന് രാത്രി രാജധാനി എക്സ്പ്രസ്സിലായിരിക്കും ഇവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. നാളെ ഗുർഗാവ്, നാളെയോ മറ്റന്നാളോ ഗുർഗാവിലെ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കുമെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ സാധിച്ചത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.